ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ്. നമ്മുടെ ആദില ഡേഞ്ചർ സോണിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദിലയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറഞ്ഞ് ആദില ഏറ്റവും താഴത്തെ ആ ലെവലിലെത്തി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആദില പുറത്താവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ആദിലയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഭയങ്കരമായി വീക്കായിരുന്നു. കാര്യം ആദില കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ടുപേർ തമ്മിൽ അടുപ്പിക്കുന്നു. അടി ഉണ്ടാകുമ്പോൾ നൈസിന് ആ ഒരു ഭാഗത്തു നിന്ന് മാറി അപ്പുറത്താളടുത്തേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ചത് കൊണ്ട് ആദിലയെ പ്രേക്ഷകർ വെറുത്ത ഒരാഴ്ചയായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. അതിന് മേമ്പൊടിയായിട്ട് റിയാസ് വന്നതോടുകൂടി ആ വെറുപ്പിൻ്റെ അളവ് കൂടി. റിയാസ് ആദിലയെയും നൂറേയും വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്ത് പ്രേക്ഷകർ അതിനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 2 ദിവസം വോട്ടിങ്ങിൽ നല്ല മുന്നേറ്റം ഉണ്ടായിരുന്ന ആദില നൂറ ഇവർ ഇപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും പിറകിലാണെന്ന് അറിയുന്നത്. അതിൽ നൂറ കുഴപ്പമില്ല, നൂറ ഇപ്പോഴും സേഫ് സോണിലാണ്. പക്ഷേ ആദിലയുടെ കാര്യം ഡേഞ്ചർ സോണാണ്. ആദില പുറത്താകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും 50-50 ചാൻസാണ് ഇപ്പോഴും ഉള്ളത്. ആദില പക്ഷേ ഡേഞ്ചർ സോണിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ആദിലയും നമ്മുടെ റെനയും ബിന്നിയും ഒക്കെ ഡേഞ്ചർ സോണിലാണ്, ആരിനും ഒക്കെ. കാത്തിരുന്ന് കാണേണ്ടി വരും ആര് പോവും ആര് വാഴുമെന്ന്. ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.